ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ഈ മേടൻ രാശിയിലേക്കുള്ള ചരവശാലുള്ള പ്രവേശനവും വിഷുഫലവും വാർഷിക ഫല നിരൂപണം എപ്രകാരം കുംഭം രാശിക്കാരെ സ്വാധീനിക്കുന്ന വിഷയമാണ്. കുംഭൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി. ഇവിടെ കുംഭൻ രാശിക്കാരുടെ ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻസ്, ഗ്രഹങ്ങളുടെ കിടപ്പ് നമുക്ക് പരിശോധിക്കാം. രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു. 3-ൽ ഉച്ചസ്ഥനായ സൂര്യൻ. 4-ൽ വ്യാഴം. 6ാം ഭാവത്തിൽ ചൊവ്വ. അഷ്ടമത്തിൽ കേതു. 9ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഞാൻ പല ചർച്ചകളിലും നിങ്ങളുമായി സംവദിച്ചു. കുംഭൻ രാശിക്കാർക്ക് പ്രയാസങ്ങളിൽ നിന്നും, അത്യന്തം ഒരു ഭയാനകമായ അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അവസ്ഥയിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകളുമായി മുന്നോട്ട് കുതിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവരുടെ 7ാം ശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള ജന്മശനി സമാപിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ശനി മാർച്ച് 29 മുതൽ 2ാം ഭാവത്തിലേക്ക്, മീനത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. അതിനാൽ ആ 7ാം ശനിയുടെ കാഠിന്യം ഇതാ കുംഭൻ രാശിക്കാർക്ക് എന്ത് ചെയ്യുകയാണ്? ആ കാഠിന്യം വിട്ടു പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാം സംസാരിക്കുന്നത് വാർഷിക ഫലമാണ്. ഇവിടെ വാർഷിക ഫലത്തിൽ സൂര്യൻ ഉച്ചസ്ഥനായ 3ാം രാശിയിൽ നിൽക്കുന്നു. സൂര്യൻ ആരാകുന്നു? കുംഭൻ രാശിക്കാരുടെ അവരുടെ 7ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു. എന്താണ് 7ാം ഭാവം? വിവാഹം, മദനാലോക, ഭാര്യാഭർത്തൃ സമാഗമാഹ, ശയ്യാ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുന്യാനവി, സപ്തമാത്. വിവാഹം, വിവാഹ ജീവിതം, യാത്ര, ഭാര്യാഗൃഹം
ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 7ാം ഭാവം. അതിനാൽ ആ ഭാവങ്ങൾക്കെല്ലാം തന്നെ സഹായസ്ഥാനത്ത് വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ അങ്ങേയറ്റം സഹായം പ്രദാനം ചെയ്യുന്നതാണ്. 3ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് പറയുന്ന ഫലം തന്നെ ഹോരാചാര്യർ ഇപ്രകാരമാണ്: മതി വിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ്. അതിനാൽ ഈ 12 രാശിക്കാരിലും കുംഭൻ രാശിക്കാരുടെ ഫലം ഈ ഒരു വിഷുവർഷം വളരെ അനുകൂലമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളിൽ ആ പ്രതീക്ഷയും നൽകുന്നു. ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാകാം, നമുക്ക് ചർച്ച ചെയ്യണം. ഇന്ന് 4ാം ഭാവത്തിലാണ് വ്യാഴം, അവരുടെ സാമ്പത്തിക സ്രോതസ്സ്, ലാഭം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം പരിവർത്തനയോഗം ചെയ്ത് 4ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ശുക്രനും ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും പരസ്പരം പരിവർത്തന രാജയോഗവുമുണ്ട് കുംഭം രാശിക്കാർക്ക്. അതും കുംഭൻ രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരവസ്ഥയെ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മക്കളുടെ പഠന വിഷയത്തിൽ കുറച്ച് ആശങ്കകൾ വേണം. ഇവിടെ ബുദ്ധിമതി, 5ാം ഭാവം, പഠനം, തൻ്റെ സന്താനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന 5ാം ഭാവാധിപൻ നീചസ്ഥനാണ്. അതിനാൽ മക്കളുടെ പഠന വിഷയം, ഉപരിപഠനം, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ വിഷുവർഷക്കാലം കുംഭൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായി ഭവിക്കണമെന്നില്ല. അതിന് വേണ്ട പരിഹാരങ്ങൾ പ്രത്യേകിച്ച് സന്താന വിഷയത്തിലേക്ക് ചെയ്യപ്പെടേണ്ടതാണ്. മക്കളുടെ പേരിൽ അവർ 12 വയസ്സിന് താഴെയാണെങ്കിൽ കർഗഹോമവും, 12 വയസ്സിന് മുകളിൽ 18 വയസ്സിലുള്ള കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കും വഴിപാടുകളൊക്കെ ചെയ്ത് തങ്ങളുടെ സന്താനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ പ്രാർത്ഥനകളിലൂടെ അപ്രകാരം തന്നെ വഴിപാടുകളിലൂടെയും കഴിയും. നിങ്ങളുടെ പേരിൽ നിർബന്ധമായും ശാരീരികമായ ക്ലേശങ്ങൾ നമുക്കുമുണ്ടാകാം. അതിന് പരിഹാരമായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ, ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പരിഹാരമായി ചെയ്യുക. കുംഭൻ രാശിക്കാർക്കുണ്ടാകുന്ന ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം മക്കൾക്ക് അതിലൂടെ ലഭിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ 4ാം ഭാവാധിപനായ ഗ്രഹം ഉച്ചസ്ഥനാകുന്നു. 4ാം ഭാവം എന്താണ്? ഭൂമി, തൻ്റെ തറവാട്, ജന്മഗൃഹം, ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്രകാരം തന്നെ അമ്മാമന്മാർ, ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയമാകുന്നു, വാഹനമാകുന്നു. അതിനാൽ കുംഭൻ രാശിക്കാർക്ക് വാഹന ലാഭം ഈ വർഷം എന്തായാലും ഉണ്ടാകും. അവർക്ക് വാഹനത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് 2 വീലർ വാഹനങ്ങൾ വാങ്ങാം, ബഹുപാത്ത് രാശി 4 വീലർ വാഹനങ്ങൾ വാങ്ങാം. അപ്രകാരം തന്നെ ഭൂമി കച്ചവടത്തിൽ, ക്രയവിക്രയത്തിൽ കാശുകൾ വരാനും വളരെ അനുകൂലമാണ് കുംഭൻ രാശിക്കാർക്ക്. 4ാം ഭാവാധിപനായ ഗ്രഹം ഉച്ചസ്ഥനാണ്. അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കുക, അത് വിറ്റ് കാശുണ്ടാക്കുക, അപ്രകാരം തന്നെ മറ്റ് ഭൂമി വാങ്ങുക, തൻ്റെ ഭൂമി വിറ്റ് ഉയർന്ന വിലക്ക് വിറ്റ് തനിക്ക് അനുകൂലമായി ഒരു ഹൗസ് പ്ലോട്ടൊക്കെ വാങ്ങുവാനും വീടിൻ്റെ ഗൃഹനിർമ്മാണ വിഷയത്തിലും സജീവമായി പങ്കെടുക്കാൻ ആർക്ക് കഴിയും? ഇപ്പോൾ ഈ വിഷുവർഷക്കാലം കുംഭൻ രാശിക്കാർക്ക് കഴിയുന്ന സമയമാണ്. ഇനി കുംഭൻ രാശിക്കാർക്ക് അടുത്ത വലിയൊരു മാറ്റം, വ്യാഴം 5ാം ഭാവത്തിൽ വരികയാണ്. അത് വളരെ അനുകൂലമായി വരും. പഠിതാക്കൾക്ക്, ഞാൻ പറഞ്ഞു കുട്ടികൾക്കുണ്ടാകുന്ന ഇപ്പോഴത്തെ ക്ലേശങ്ങൾക്ക് പരിഹാരം മെയ് 15 മുതൽ അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് വളരെയധികം മേന്മ കുട്ടികൾക്ക് പുലർത്താൻ കഴിയുന്ന സമയമാണ്. എഴുത്തുകാർ, ലേഖകർ, ഗവേഷകർ, വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ശാസ്ത്രജ്ഞർ, ഇവർക്കൊക്കെ തങ്ങളുടെ കണ്ടുപിടുത്തം, യാത്ര, ഇതൊക്കെ നടത്തി എന്ത് ചെയ്യാം? സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ ഒരു സമയവും കൂടിയാണ് വരുന്നത്. ഈ വിഷുവർഷത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, സഹായികളെ കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇവിടെ 3ാം ഭാവത്തിൽ സൂര്യനാണ്. അഗ്രജാതം രവിർഹന്തി, 3ൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ മൂത്ത സഹോദരങ്ങൾക്ക് ദോഷമാണ്. ഇവിടെ 3ാം ഭാവാധിപനായ ഗ്രഹം ചൊവ്വ നീചസ്ഥനാണ്, 6ൽ നിൽക്കുന്നു. അതിനാൽ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് തൻ്റെ സഹായികൾക്കും, പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കും സഹായികൾക്കും സമയദോഷം ഉണ്ടാകാം. ജൂൺ 6 വരെ വളരെ ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. വേറൊരു പ്രധാനപ്പെട്ട വിഷയം, കർമ്മതടസ്സം ഉണ്ടാകാം. ശനി 6ൽ വന്നാൽ ശത്രുക്കളെ നശിപ്പിക്കും. പക്ഷേ ഇവിടെ ശനി ദുർബലനാണ്. കർമാധിപനായ, തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ശനിയാണ് നീചസ്ഥനായി നിൽക്കുന്നത്. അതിനാൽ കർമ്മതടസ്സം വരും ജൂൺ
6 വരെ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ പെട്ടെന്ന് എടുത്തു ചാടി ജോലി വേണ്ട എന്നൊന്നും ചിന്തിക്കരുത്. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നതാണ്. അതിനാൽ കർമ്മമേഖലയെ വളരെയധികം സംരക്ഷിക്കുക. കർമ്മമേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകും. താൻ ശത്രുക്കളെ നശിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രഹം ദുർബലമാകുമ്പോൾ നമുക്ക് വീര്യം വേണം. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും കർമ്മമുട്ടി ചെയ്യുക, ശത്രുമുട്ടി ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര, കുരുതി പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യണം കുംഭൻ രാശിക്കാർ. ഏതായാലും പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ ഞാൻ കുംഭൻ രാശിക്കാരിൽ കാണുന്നു. അതിൻ്റെ ആരംഭം ഈ വിഷുവർഷത്തോടുകൂടി തുടങ്ങുകയാണ്. സമാരംഭം നടക്കുകയാണ്. അതൊരു വർഷക്കാലത്തേക്ക് വളരെ അനുകൂലമായി കുംഭൻ രാശിക്കാരിലേക്ക് അതിൻ്റെ വ്യാപ്തി, പരിസമാപ്തി, അതിൻ്റെ ശുഭത്വങ്ങൾ, അതിലൂടെ ധനം, സുഖം, പുത്തൻ വീട്, പുത്തൻ വാഹനം, ഇതൊക്കെ കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുത്തൻ വിഷുവർഷം വളരെ അനുകൂലമായി വരട്ടെ. നന്ദി, നമസ്കാരം.